നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാവരും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ മത്സരിച്ചോടുന്ന ഈ കാലത്ത് കൂടെ നിൽക്കുന്നവരെ സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന നിന്റെ ഈ മനസ്സ് വലിയ മനസ്സാ. ദീപക്കായിരുന്നല്ലോ ആദ്യം ഇലക്ഷൻ പ്രചരണത്തിന്റെ ബാനറുകളുടെയും പോസ്റ്ററുകളുടെയും കണക്ക് നോക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ നിങ്ങള് അവൻ ചെയ്തതുപോലെ തന്നെ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാനത് ചേച്ചിയോട് പറയാൻ മറന്നുപോയതാ. രാജു വന്നപ്പോ എല്ലാ കാര്യങ്ങളും രാജു ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ചേച്ചി പറഞ്ഞ പ്രചരണ സാമഗ്രികളുടെ കാര്യത്തിലും രാജു ചില മാറ്റങ്ങളൊക്കെ വരുത്തി. ആ വകയിൽ പാർട്ടിക്ക് ലാഭം 6 ലക്ഷത്തോളം രൂപയാണെന്ന് സോമാൽ സർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. രാജുവിനോട് പ്രത്യേകം നന്ദി പറയാനും പറഞ്ഞു. ഇവൻ ഫ്ലക്സിന്റെയും പോസ്റ്ററിന്റെ ഒക്കെ എണ്ണം കുറച്ച് കാണും. അവനെന്തെങ്കിലും കുരുത്തക്കേടായിരിക്കും പറഞ്ഞത് അല്ലേ ചേച്ചി? ഈഗോ ഒക്കെ മാറ്റിവെച്ച് രാജുവിന്റെ കൂടെ എന്നാ ഇവൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അത്ര തന്നെ. അതെങ്ങനെയാ? നന്നാവില്ലെന്ന് സ്വയം തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയല്ലേ? അതെന്താ അമ്മാവ അങ്ങനെ പറഞ്ഞത്? ഇത്രയും ദിവസം അമ്മാവന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അറിയാനുണ്ട്. എവിടെ ചെന്നാലും പരാതി പരാതി കേട്ട് കേട്ട് ഞാൻ മടുത്തു. നിന്റെ മിടുക്ക് എനിക്ക് വീണ്ടും ബോധ്യമായി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വർമ്മ സാറേ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് ഇറങ്ങാടോ. അയ്യോ, അതൊന്നും വേണ്ട വർമ്മ സാറേ. പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. വർമ്മ സാർ, ഒരു മിനിറ്റ്. ശരിയാ. വർമ്മ സാറേ, ഇത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇലക്ഷൻ മാർക്ക് ഒഴിവ് സമയത്ത് വീട്ടിലെ വർക്ക്ഷോപ്പിൽ വെൽഡിംഗ് പണി. ആ കിട്ടുന്ന പണം എങ്ങനെയാടോ തന്റെ ഭാര്യയുടെ ചികിത്സാ ചെലവിനും കുഞ്ഞിന്റെ പഠിത്തത്തിനും തികയുന്നേ? വർമ്മ സാർ ഈ പണം തിരികെ വാങ്ങണം. വർമ്മ സാറേ, വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണമെന്ന് കരുതിയല്ല ഞാൻ ഇലക്ഷൻ വർക്കിന് വന്നത്. മരിക്കുന്നതിന് മുൻപ് ഒരു കെട്ടുറപ്പുള്ള വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങണമെന്നായിരുന്നു എന്റെ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു തന്നത് വർമ്മ സാറാ. ഞാൻ ഈ പണം തരുന്നത് നീ എനിക്ക് വേണ്ടി ഇലക്ഷൻ വർക്ക് ചെയ്യുന്നതിന്റെ കൂലിയാണെന്ന് നീ കരുതിയോ? നിന്റെ ഭാര്യ എന്റെ ആരാ? അവൾ എന്റെ സഹോദരിയല്ലേ? അവളുടെയും നിന്റെ കുഞ്ഞിന്റെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ തരാൻ എനിക്ക് അവകാശമല്ലേ? വർമ്മ സാറേ, നീ വീട്ടിലേക്ക് ചെല്ല്. പടം രാജു, അവനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവനെ സഹായിക്കണമെന്ന് നീ പറഞ്ഞപ്പോഴാണ് അവന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞത്. എല്ലാവരും സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ മത്സരിച്ചോടുന്ന ഈ കാലത്ത് കൂടെ നിൽക്കുന്നവരെ സഹായിക്കണമെന്ന് ചിന്തിക്കുന്ന നിന്റെ ഈ മനസ്സ് വലിയ മനസ്സാ. എന്താ വർമ്മ സാറേ ഈ പറയുന്നത്? എല്ലാം ചെയ്യുന്നത് വർമ്മ സാറും അതിന്റെയൊക്കെ ക്രെഡിറ്റ് എനിക്കും. മുമ്പ് വർമ്മ സാറിന് ഒരുപാട് സമയമുണ്ടായിരുന്നു. വർമ്മ സാറ് തന്നെ നേരിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരെയും സഹായിച്ചിരുന്നു. പക്ഷേ ഇന്ന് വർമ്മ സാറിന് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടാണ്. ന്യായമായ കാര്യങ്ങള് വർമ്മ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് കൂടെ നിൽക്കുന്ന എന്റെ കടമ മാത്ര. സാർ, എങ്കിൽ ഞാനൊരു രതികമായിട്ട് ഇറങ്ങട്ടെ വർമ്മ സാറേ? ശരി രതിക മേഡം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ശരി സാർ. ചെറുമ ഇറങ്ങട്ടെ. ശരി മോളെ. ശരി സാർ. പോയിട്ടോ.
എന്താ ഏട്ടാ? ഏയ് ഒന്നുമില്ല. ഞാൻ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാനുള്ള തിടുക്കത്തിലായിരുന്നേ. മാഡം എന്താ കാണണമെന്ന് പറഞ്ഞേ? ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കോ മറ്റോ ആണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വന്നോളൂ. സന്ധ്യാപൂജയ്ക്ക് ശേഷമാവാം. ക്ഷമിക്കണം, ഞാൻ കാണാൻ വന്നത് മറ്റൊരാവശ്യം അറിയിക്കാനായിരുന്നു തിരുമേനി. എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞോളൂ. ക്ഷേത്രത്തിലെത്താൻ അല്പം ധൃതിയുണ്ടേ, അതുകൊണ്ടാ. ക്ഷേത്രത്തിൽ വെച്ച് നാളെ 1000 പേർക്കുള്ള അന്നദാനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ നല്ല കാര്യം. എന്താ വിശേഷിച്ച്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ജന്മദിനമോ നാളെ. വളരെ സന്തോഷം. ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠനുമായി സംസാരിച്ചോളൂ. ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ആഹാരം പാചകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകോ തിരുമേനി? സദ്യ ഗംഭീരാകണം. എന്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ മണികണ്ഠനോട് ഇപ്പൊ തന്നെ വിളിച്ചറിയിച്ചേക്കാം. മാഡം ക്ഷേത്രത്തിലേക്ക് വന്നോളൂ. നന്ദി തിരുമേനി. അങ്ങനെ ആവട്ടെ. ദിവസങ്ങൾ ഓരോന്ന് കഴിയുന്തോറും അവൻ അമ്മാവനുമായിട്ട് മാക്സിമം കയറി ഒട്ടുവാണല്ലോ. അമ്മാവനെ, സുകുമാരൻ സാറിനെ, പാർട്ടി പ്രവർത്തകരെ എല്ലാവരെയും അവൻ ഒരുപോലെ അങ്ങ് സൂചിപ്പിക്കുക. ഇങ്ങനെ പോയാ ഇലക്ഷന് മുമ്പായി തന്നെ അവൻ നൈസായിട്ട് ഈ കുടുംബത്തിന്റെ സ്വത്തുക്കളുടെ അവകാശിയാവും. രാഷ്ട്രീയത്തില് അമ്മാവന്റെ പിൻഗാമിയാവും. എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അവര് വരുന്നു. ഋതുമോളെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല ചെറിയമേ. വർമ്മ സാർ ഉറങ്ങിയോ? ഉറങ്ങി. കത്തി റെഡിയല്ലേ? റെഡിയാ. കത്തിയോ? അമ്മാവന് ഉറങ്ങിയോന്ന് ചോദിക്കുന്നു, കത്തി റെഡിയാണോന്ന് ചോദിക്കുന്നു. ഇതെന്താ ഇവരുടെ പരിപാടി? ഇനി അമ്മാവനെങ്ങനെ തട്ടാൻ പോവാണോ? ചെറിയമേ, ആർക്കും ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ഇല്ല മോളെ, എനിക്കുറപ്പാ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? നമ്മൾ തീരുമാനം എടുത്തില്ലേ മോളെ? ഇനി പ്രശ്നമാവുന്നൊന്നും ഓർത്തിട്ട് ഒരു കാര്യമില്ല. അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.